ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഇക്കൊല്ലത്തെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് കുറച്ചൊരു തിരക്കൊക്കെ പിടിച്ച ദിവസമാണ്, ഇന്നൊരു കല്യാണം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിൽ വെജിറ്റബിൾ കുറുമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് മുന്നേ വീഡിയോ ഇട്ട സമയത്ത്. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുമ്പം എന്തായാലും നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉള്ളി, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, അതുപോലെ ഒരു ചെറിയ പീസ് കോളിഫ്ലവറില്ലേ അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോയാബീൻ, ഒരു കപ്പോളം സോയാബീൻ എടുത്തിട്ടുണ്ട്. കുതിർത്ത് കഴിഞ്ഞിട്ട് ഒരു കപ്പ്, അത് നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു ഞാൻ കാണിച്ചല്ലോ അത്ര ചേർത്ത് കൊടുക്കുക. പിന്നെ 2 വറ്റൽ മുളക്, മല്ലിയില, പിന്നെ 1-ാം പാലും 2-ാം പാലായിട്ട് ഞാൻ അരമുറി തേങ്ങയില്ലേ അത് നല്ല 1.5 കപ്പ് വെള്ളത്തിൽ കട്ടിയായിട്ട് 1-ാം പാലെടുത്ത് പിന്നെ വീണ്ടും 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലായിട്ട് എടുത്ത് കേട്ടാം. ഈ പാലാണ് ഈ ഒരു തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഈ ഒരു കറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം 1.5-2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ നമ്മുടെ കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, ഇവയൊക്കെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഓയിലിൽ നമ്മുടെ ഗരം മസാല ഹോൾ സ്പൈസസ് ഇല്ലേ, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇതാണ് ഇട്ടിടേണ്ടത്. ഈ 2 ഇട്ട് കൊടുക്കുക. ഏലക്കയും ഗ്രാമ്പും 2 ഇട്ട് കൊടുക്കുക. ചെറിയൊരു പീസ് സിന്നമൺ എൻ്റെ കയ്യിൽ ഇല്ല, പട്ട, പിന്നെ ചെറിയ പീസ് ബേലക്കും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് വഴറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള നല്ല ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല എന്താ പറയുക നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടണം കേട്ടോ. ഏതൊരു കറി വെക്കുമ്പോഴും ഉള്ളിയും തക്കാളിയൊക്കെ ഇതുപോലെ നന്നായി വഴഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് ഞാൻ എല്ലാവരും പറയലുണ്ട്. ഉള്ളി നന്നായി വഴഞ്ഞതിന് ശേഷം ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എന്താ പറയുക നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് കാണുന്നില്ല, എന്താണെന്നറിയില്ല, മിസ്സായി പോയെന്ന് തോന്നുന്നു. ഇനി അതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാം ഏകദേശം ഒരേ വേവുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗ്രീൻ പീസും കൂടി ഇതിൽ ഒരു 1/4 ഭാഗം വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഗ്രീൻ പീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എനിക്കില്ലേ അത് കുതിർത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ അത് എന്തായാലും പിന്നെ വേവിക്കുമ്പം അത്ര ടേസ്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. നിങ്ങൾ ചേർത്ത് കൊടുത്താട്ടാ. ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മാത്രം മതി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ച മണമില്ല അത് മാറുന്ന വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ആ പൊടികളൊക്കെ ആ ഒരു ഓയിലും ഇതിലൊക്കെ കിടന്ന് വഴഞ്ഞ് വരുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരൂലേ, അതൊന്ന് എന്താ പറയുക നമ്മുടെ പൊടികളൊക്കെ റോസ്റ്റായിട്ട് വരുമ്പോൾ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് അതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ സെക്കൻഡ് തേങ്ങാപ്പാൽ, 2-ാം പാൽ, അത് ഒഴിച്ചിട്ട് അതിൽ വേണം ഇത് നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ അത്ര വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ നല്ല തിക്കായിട്ടുള്ള പാല് ഫസ്റ്റ് എടുത്തതല്ലേ. ബാക്കി ആ ഒരു തേങ്ങ ആ ഒരു ഇതിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഈ വെജിറ്റബിൾസൊക്കെ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ്, അത് നിങ്ങൾ നോക്കുക, ഓരോ വെജിറ്റബിൾസിൻ്റെ വേവ് പോലെ അല്ലേ, അപ്പം അത് നോക്കുക. ആ ടൈമിൽ നമ്മൾ 1-ാം പാലില്ലേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേ അതിലോട്ട് 1 ടീസ്പൂൺ മതി കേട്ടോ, ടേബിൾ സ്പൂണൊന്നും എടുക്കണ്ട. 1 ടീസ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് തന്നെ ഈ ഒരു പാലിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ ഇത് ഇങ്ങനെ ആ ഒരു
പാലൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിക്ക് വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് ആ ഒരു ഒന്നാം പാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്തായാലും ആ ഒരു കോൺഫ്ലവർ താഴത്ത് പോയി നിൽക്കും. ഞാൻ ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പം നല്ല തിക്കായിട്ട് വരും കേട്ടോ ഗ്രേവി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു മല്ലിയിലയാട്ട നല്ല ടേസ്റ്റ് കൊടുക്കുക. എന്തായാലും മല്ലിയില ചേർത്ത് കൊടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഒന്നാം പാലില്ലേ, ആ പാലിൽ 5-8 കേശു അരച്ചിട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. കസൂരി മേത്തി ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൽ. ഈ ഒരു വെജിറ്റബിൾ കുറുമയിൽ നല്ലൊരു ഫ്ലേവറാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതാട്ടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കുട്ടികൾക്ക് ഇതിന് ഞാൻ പൂരിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു കോമ്പിനേഷനാണ്. പൂരിയും ചപ്പാത്തിക്കും ഈ ഒരു കറി അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി എനിക്ക് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാണ് കല്യാണം. എന്തായാലും ഇന്ന് കുട്ടികൾ, ഞാനിത് വീഡിയോ എടുക്കുന്ന സാറ്റർഡേ ആണ്, അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എന്തായാലും ലഞ്ചൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിന്ന് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂന്തൽ റോസ്റ്റും നെയ്ച്ചോറും ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരുമല്ലോ. പിന്നെ രാത്രി ഫുഡിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/2 കിലോന് കൂന്തൽ എടുത്തിട്ടുണ്ടായിന്. അത് കട്ട് ചെയ്ത് അതൊക്കെ കഴിയുമ്പം എന്തായാലും 1/4 കിലോന് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി 2 വലിയ സവോള എടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളി എടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പ്രത്യേകിച്ചിട്ട് ഒരു അളവ് അങ്ങനെ പറയാൻ ഓരോ ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുത്തോ. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, അതുപോലെ കൂന്തൽ വേണം. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൂന്തലിലോട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇത്, അതും പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു കടായി, നമ്മുടെ ഇരുമ്പിൻ്റെ ഒക്കെ ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞാലേ, ഇതിലാണ് ഇങ്ങനെയുള്ള ഫ്രൈയും റോസ്റ്റൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിലോ മറ്റുള്ളതിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയായാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 2 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ കൂന്തലിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടണം കേട്ടോ ഈ ഒരു സവാളയൊക്കെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം വേണം തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട്ട് ഞാൻ 2 ടീസ്പൂൺ നിറച്ച് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച ആ ഒരു വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ മീനിൻ്റെ ഇങ്ങനെയുള്ള ഫിഷ്, എന്താ പറയുക, സീ ഫുഡ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്താലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അവനക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ആർക്കും റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് വേഗം തന്നെ ഇതുപോലുള്ള തിരക്കൊക്കെ പിടിച്ച ദിവസങ്ങളിൽ പെട്ടെന്നാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആ ഒരു കൂന്തലും കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തക്കാളീൻ്റെയും എന്താ പറയുക പുളി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതിനെ തന്നെ ഈ ഒരു തക്കാളി വലിയ തക്കാളിയല്ലേ, നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 2 ചേർത്ത് കൊടുത്തോ.
ഞാനിത് വലുതായതുകൊണ്ട് ഒന്ന് ചേർത്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നല്ല തിളച്ച വെള്ളം, ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആ ഒരു കൂന്തലിലെയും ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. കുറച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി. പെട്ടെന്ന് ആർക്കും റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇവിടെ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. പിന്നെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. പിന്നെ വൈകുന്നേരം ചായക്ക് ഞാൻ കായ്പോളയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കായ്പോളൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കായ്പോളയെന്ന്. ഇതൊക്കെ ഇല്ലേ സിമ്പിളായിട്ട് നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ വേഗം പണി തീർക്കണം അല്ലെങ്കിൽ മടിയുള്ള ദിവസമൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഇതൊക്കെ. അപ്പം ഈസി ആയിട്ട് ആർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കിക്കോ. അപ്പോൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകേണ്ട നല്ല തിരക്കുണ്ട്. എന്താ പറയുക, ഡ്രസ്സ് അയൺ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി കല്യാണത്തിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ കല്യാണത്തിന് എത്തിയിട്ടുണ്ട്. രാത്രിയാണ് കേട്ടോ കല്യാണം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് ഇടണേ. നിങ്ങൾ തരുന്ന സപ്പോർട്ട്, നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് വീഡിയോ റീച്ചാക്കുക. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് ഇടണം കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു വർഷമാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്ക് പുതിയ വർഷത്തിൽ പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.